ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. CBSE 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചോദ്യം പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. രവി ഒരു സ്മാൾ ഫാർമറാണ്. അദ്ദേഹത്തിന് 50,000 രൂപ ലോണായി വേണം. ഇതിനായി അദ്ദേഹം ഒരു ലോക്കൽ മണി ലെൻഡറിനെ സമീപിക്കുന്നു. ഹാർവസ്റ്റിന് ശേഷം തിരിച്ചു നൽകാം എന്ന ഉറപ്പിന്മേൽ ഉയർന്ന പലിശ ഈടാക്കി മണി ലെൻഡർ ലോൺ രവിക്ക് നൽകുന്നു. സുരേഷ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനും പണം ആവശ്യമായി വന്നു. അദ്ദേഹം നേരെ പോയത് ഒരു ബാങ്കിലേക്കാണ്. കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ഒക്കെ നൽകി കുറഞ്ഞ പലിശ നിരക്കിൽ അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ സംഘടിപ്പിച്ചെടുത്തു. ചോദ്യം ഇതാണ്: കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടു സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് മെൻഷൻഡ് എബോവ്. വിച്ച് സോഴ്സ് ഈസ് ബെറ്റർ ആൻഡ് വൈ? നമുക്കറിയാവുന്നതുപോലെ ദർ ആർ ടു സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്, ഫോർമൽ സോഴ്സസ് ആൻഡ് ഇൻഫോർമൽ സോഴ്സസ്. ഇവിടെ രവി സമീപിച്ച മണി ലെൻഡർ ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിന് ഉദാഹരണമാണ്. എന്നാൽ സുരേഷ് സമീപിച്ച ബാങ്ക് എന്ന് പറയുന്നത് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിന് ഉദാഹരണമാണ്. മണി ലെൻഡറിനെ കൂടാതെ ട്രേഡേഴ്സ്, എംപ്ലോയേഴ്സ്, റിലേറ്റീവ് ആൻഡ് ഫ്രണ്ട്സ് എന്നിവരും ഇൻഫോർമൽ സോഴ്സിന് ഉദാഹരണമാണ്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ ഉയർന്ന നിരക്കിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്യുന്ന ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ചാർജ് ചെയ്യുന്നത്. ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റിൽ ഒരു ബോറോവറിന് യാതൊരു രീതിയിലുള്ള ലീഗൽ പ്രൊട്ടക്ഷനും ലഭിക്കുകയില്ല. നിയമങ്ങൾ അനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഫോർമൽ സോഴ്സിലാകട്ടെ ബാങ്കിങ് നിയമങ്ങൾ അനുസരിച്ചുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ ബോറോവറിന് ലഭിക്കും. ശരിയായിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡുകളോ റിട്ടേൺ എഗ്രിമെൻറ്റുകളോ ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റിൽ ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു ഇൻഫോർമൽ മണി ലെൻഡറിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ആധാരം പണയം വെച്ചു വന്നിരിക്കട്ടെ. ഈ ആധാരം വാങ്ങിയതിന് യാതൊരു റെക്കോർഡും അവിടെ കാണില്ല. എന്നാൽ ഫോർമൽ സോഴ്സസിലാവട്ടെ റെക്കോർഡുകളും ഡോക്യുമെൻറ്റ്സും വെരിഫിക്കേഷനും ഒക്കെ ഉണ്ട്. ഒരാൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതൽ ഇൻഫോർമൽ സെക്ടറിലാണ്. ഒരു മണി ലെൻഡർ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടിയെന്നിരിക്കും, കൊടുത്ത പണം കൊടുത്തില്ല എന്ന് പറഞ്ഞെന്നിരിക്കും. എന്നാൽ ഫോർമൽ സെക്ടർ ആകട്ടെ റെഗുലേറ്റഡ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണ്. അവിടെ മറ്റൊരു രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷനും സ്കോപ്പില്ല. ഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ആണ് ഒരു ബോറോവറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്